ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരാനായിട്ട് കർത്താവ് ഇടയാക്കിയതായിക്കാട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നലെ നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാനിടയായി തീർന്ന് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിലെ വിവിധ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധി പഠിക്കാനായിട്ട് കർത്താവ് നമുക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസമാർഗം എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, എന്നാൽ കർമ്മമാർഗം എന്താണ്, വിശേഷിച്ച് നമുക്കറിയാൻ അവിടെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടു. വിശ്വാസത്താൽ യേശു കർത്താവിന്റെ കൃപയിലേക്ക് കടന്നു വന്ന പല പ്രിയപ്പെട്ടവരും, എന്നാൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ചില ആൾക്കാരുടെ ഉപദേശം സ്വീകരിച്ച് പിന്നെയും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ അനുഷ്ഠിച്ചാലേ ദൈവമക്കളായി തീരുകയുള്ളൂ എന്നുള്ള ഒരു നിലവാരത്തിലുള്ള ഉപദേശം അവർക്ക് ലഭിക്കുകയും, അങ്ങനെ ആ നിലയിലുള്ള ഒരു ഉപദേശത്തിന് വശംവദരായിട്ട് പിന്നെയും ന്യായപ്രമാണത്തിലുള്ള ചില കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പരിച്ഛേദനയും ദിവസങ്ങളും ആണ്ടുകളും വാവുകളും ഇതുപോലൊക്കെയുള്ള ചില പ്രത്യേക കാര്യങ്ങൾ പ്രമാണിക്കുന്നവരായിട്ട് അവര് തീരുകയും കുറെ പേരൊക്കെ അങ്ങനെ ആയി തീരുകയും, അപ്പോൾ ഇത് പൗലോസ് അറിഞ്ഞിട്ട് അത് വേറൊരു സുവിശേഷമാണ്, അത് ഞാൻ നിങ്ങളോട് കൃപയാൽ അറിയിച്ച സുവിശേഷമല്ല, അത് വേറൊരു സുവിശേഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ അറിയിച്ച കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളാകുന്നു, നമ്മളായിത്തീരും. അതിലേക്ക് കർത്താവായ യേശുക്രിസ്തു ചെയ്ത ഒരു കാര്യത്തിനുപരിയായിട്ട് വേറൊരു കാര്യവും ആവശ്യമില്ല എന്നുള്ള ആ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചു. അതിന് വിപരീതമായിട്ട് ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ തന്നെ തിരിഞ്ഞു വന്ന് നിങ്ങളോട് ആ നിലയിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള ആശയപരമായിട്ട് വ്യത്യാസമുള്ള നിലയിൽ നിങ്ങളോട് അറിയിക്കുകയാണെങ്കിൽ അത് അവർ ശപിക്കപ്പെട്ടവർ, ഞങ്ങൾ തന്നെ ശപിക്കപ്പെട്ടവരായിട്ട് തീരും. കാരണം ഈ സുവിശേഷം ഞങ്ങൾ ആരുടെയെങ്കിലും മാനുഷികമായിട്ടുള്ള നിർബന്ധം കൊണ്ടോ മാനുഷികമായിട്ടുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മുഖാന്തരത്തിൽ നിന്നോ പഠിപ്പിക്കൽ കൊണ്ട് ഞങ്ങൾ നേടിയതല്ല, മറിച്ച് ദൈവത്തിന്റെ വെളിപ്പാടിനാൽ ദൈവം കർത്താവ് എനിക്ക് നൽകിയതാണ്. അത് ഒരിക്കലും മാറ്റപ്പെടുകയില്ല. ഈ സുവിശേഷം മറ്റു പലരോടും യെരുശലേമിൽ 3 ആണ്ട് കഴിഞ്ഞിട്ട് പോയി, അതിനുശേഷം 14 ആണ്ട് കഴിഞ്ഞിട്ട് അവിടെ കടന്നുപോയി. ഈ സമയത്തൊക്കെ ഞാൻ വെളിപ്പാടിനാൽ എനിക്ക് ലഭിച്ച ഈ സുവിശേഷം സത്യമാണ്, അത് ശരിയാണ് എന്ന് കൺഫേം ചെയ്യുക മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അവരാരും ഏതെങ്കിലും നിലയിൽ ഈ സുവിശേഷത്തെ മാറ്റി പറയണം എന്നൊരിക്കലും നിർബന്ധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പറയുകയും, എന്നാൽ ഒരിക്കൽ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയ കർത്താവിന്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായിരുന്ന പത്രോസ്ലീഹ പോലും ചില കാര്യങ്ങളിൽ ചില ഇതുപോലുള്ള സാമൂഹികമായിട്ടുള്ള ചില നിർബന്ധങ്ങൾ വന്നപ്പോൾ അദ്ദേഹം തെറ്റി പോകാൻ ഇടയായി തീർന്നെങ്കിൽ, താൽക്കാലികമായിട്ട് ചില വ്യത്യാസങ്ങൾ അദ്ദേഹം കാണിക്കാൻ ഇടയായി തീർന്നെങ്കിൽ തന്നെ അദ്ദേഹം പോലും തിരിച്ച് ഞങ്ങൾ ഇന്ന് ഈ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ആ സുവിശേഷത്തിന്റെ അതേ കൺവിക്ഷനിലേക്ക് അദ്ദേഹം കടന്നു വരാനും, അങ്ങനെ ഒരിക്കലും മാറ്റപ്പെടാത്ത അല്ലെങ്കിൽ മാറിപ്പോകാത്ത ഒരു സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വിശ്വാസത്താൽ ദൈവം നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നു, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് തന്റെ മക്കളായിട്ട് നമ്മളെ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതിന് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളോ വേറെ ഏതെങ്കിലും നിലയിലുള്ള നീതി പ്രവർത്തികളോ അതിന് ആവശ്യമില്ല. ഒരു വ്യക്തി അവൻ പാപിയാണെന്ന് അവൻ ഏറ്റുപറയുന്ന നിമിഷത്തിൽ തന്നെ അവനെ ദൈവം നീതീകരിക്കുകയും അവന് പകരമായി യേശുക്രിസ്തു അവന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുമ്പോൾ ദൈവം അവനെ നീതീകരിക്കുകയും ചെയ്യും. ഇതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാനം, അല്ലാതെ വേറൊന്നുമല്ല. എന്നാൽ ഈ സുവിശേഷം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു തുടങ്ങിയ സുവിശേഷമാണ്. അന്ന് നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞത് സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, എന്നാൽ സന്തതി എന്ന് ഏകനെ കുറിച്ചത്രേ പറഞ്ഞത്. ആ സന്തതി ക്രിസ്തു ആയിരുന്നു. അങ്ങനെ ആ ക്രിസ്തുവിലൂടെയുള്ള സുവിശേഷമാണ് ഈ അബ്രഹാമിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ പുത്രനായ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് മത്തായി സുവിശേഷം എഴുതുമ്പോൾ സത്യത്തിൽ ആ വംശാവലിയിൽ ഇനിയും അനേകം വിശ്വാസത്താൽ അതിനോട് ചേർന്ന് വരത്തക്കവണ്ണം നാം എല്ലാം ആ ദൈവത്തിന്റെ കുടുംബത്തിലെ ആ വംശാവലിയിൽ പേര് ചേർക്കപ്പെട്ടവരായി നമ്മൾ തീർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് പൗലോസ് ആരെ പറഞ്ഞിട്ടില്ല. നമുക്ക് ആശയപരമായിട്ട് അങ്ങനെ ഒരു ഇൻഫറൻസ് നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ
പറഞ്ഞുകൊണ്ട് വരുന്നത് വിശ്വാസത്താൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ പിന്തുടരുന്നവരായ എല്ലാവർക്കും കൂടെ കണക്കിടുന്നതാണ് ആ നീതി എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്, അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അബ്രഹാമിന് ഭൗതികമായിട്ടുണ്ടായിരുന്ന ചില അനുഗ്രഹങ്ങൾ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്. ആ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് ഉപരിയായിട്ട് അബ്രഹാം മുഖാന്തരം ദൈവം ലോകത്തിലെ സകല ജാതികൾക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ആ പറയുന്നതെന്നും, അത് ആ ദൈവ കൃപയാൽ ഉള്ള നീതീകരണം പ്രാപിക്കുകയും ദൈവനീതി കൃപയാൽ പ്രാപിക്കുകയും തുടർന്ന് നിത്യതയെക്കുറിച്ചുള്ള ഒരു ഉറപ്പിലേക്കും ആ നിത്യതയിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള ഒരു ഉറപ്പിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നതാണ് പറയപ്പെട്ടിരിക്കുന്ന കാര്യം എന്നുള്ളതും. അങ്ങനെ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ അത് 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്തായിരുന്നു ദൈവം ഒരിക്കൽ വാഗ്ദത്തം ചെയ്യുകയും തന്റെ പേര് കൊണ്ട് എന്നാണ് ഞാൻ നിനക്ക് ഇത് ആണയിട്ട് തരുന്നു എന്ന് പറഞ്ഞ് ദൈവം കൊടുത്ത വാഗ്ദത്തം എന്തായിരുന്നു എന്നുള്ളതും നമ്മളവിടെ വായിക്കുന്നു. അത് ഇതിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നെന്നും അത് ഈ നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തമായിരുന്നെന്നും വളരെ ക്ലിയർ ആയിട്ട് ആ 6-ാം അധ്യായം 18-ാം വാക്യത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരുപക്ഷെ ന്യായപ്രമാണവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ നാം ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പ്രവർത്തിച്ച് നേടേണ്ടതാണ് എന്നുള്ളൊരു ധ്വനി, എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരാമെങ്കിൽ തന്നെ അത് അങ്ങനെയല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം ഒരിക്കലും മനുഷ്യന്റെ പ്രവൃത്തി മുഖാന്തരം അവനെ നീതീകരിക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടുമില്ല, ദൈവം അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തതിന് ശേഷം അതിനുശേഷം 430 വർഷത്തിന് ശേഷം ചില പ്രമാണങ്ങൾ കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? അത് വാഗ്ദത്തം ചെയ്ത സന്തതി വരുന്നത് വരെ അവരെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ആ ന്യായപ്രമാണം കൊടുത്തത്. അതൊരിക്കലും ന്യായപ്രമാണം ലഭിച്ചതിന് മുമ്പ് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെ നീക്കാൻ തക്കവണ്ണം ആ ന്യായപ്രമാണം ശക്തമല്ലായിരുന്നു, ന്യായപ്രമാണത്തിന് സാധിക്കത്തുമില്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിലേക്ക് നടത്തുവാനായിട്ട് ഒരു യഥാർത്ഥ അമ്മ ഇതിലേക്ക് വരുന്നത് വരെ ഒരു കുഞ്ഞിനെ നോക്കുന്ന ആയയെ പോലെ, ഒരു ശിശുപാലകനെ പോലെ ഈ ന്യായപ്രമാണം ഭവിച്ചു. അത് യഥാർത്ഥത്തിൽ വിശ്വാസത്താലുള്ള രക്ഷ വെളിപ്പെട്ടപ്പോൾ, വിശ്വാസത്താൽ സൗജന്യമായി ലഭിക്കുന്ന ദൈവനീതി വെളിപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന വണ്ണം ആ കൃപയാൽ വിശ്വാസത്താലുള്ള സൗജന്യമായ രക്ഷ വെളിപ്പെട്ടപ്പോൾ ഇനി ശിശുപാലകന്റെ കീഴിലല്ല, നാം യഥാർത്ഥ അമ്മയുടെ, യഥാർത്ഥ നമ്മുടെ പേരന്റിന്റെ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള നമ്മളെ കുറിച്ച് ദൈവം എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു റിയൽ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണാനായിട്ട് കഴിയുന്നത്. 4-ാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് കണ്ട കാര്യവും അങ്ങനെ ശിശുവായിരിക്കുന്നിടത്തോളം അവൻ ദാസനേക്കാൾ ഒട്ടും പ്രയോജനമുള്ളതല്ല എന്നുള്ള സംഗതി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അത് വളരെ വളരെ യാഥാർത്ഥ്യമാണ് താനും. ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ശിശുവായിരിക്കുന്നിടത്തോളം അവൻ ദാസനേക്കാളും ഒട്ടും പ്രയോജനമുള്ള, സത്യം പറഞ്ഞാൽ അവൻ ദാസന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രേ എന്ന് കാണാനായിട്ട്. സംഗതി പേര് അവകാശിയാണ്. ആ വലിയ വീട്ടിൽ അല്ലെങ്കിൽ ഒരു വീട്ടില് ആ വീട്ടിലെ ആ പിതാവിന്റെ മകനായിട്ട് ജനിച്ചത് കൊണ്ട് അവൻ അവകാശിയാണ്. വേറെ ആർക്കും അവിടെ അവകാശിയാകാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അവകാശി സകലത്തിനും അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ സന്തതി വാഗ്ദത്ത പ്രകാരം അവകാശിയാണെങ്കിലും അവന്റെ പക്വതയിലേക്ക് വളർന്നു വരുന്നത് വരെ അവൻ ദാസന്മാരെക്കാളും ഒട്ടും പ്രയോജനമുള്ളവനല്ല എന്ന് കാണുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ അതിന്റെ 3-ന്റെ അവസാനം വായിച്ച വാക്കിൽ ക്രിസ്തുവിനുള്ളവരെങ്കിലും അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകും. എന്നാൽ ഈ അവകാശികൾക്ക് തങ്ങൾ അവകാശിയായ നിലവാരം എന്താണെന്നും ഏത് നിലയിലാണ് തങ്ങൾ അവകാശിയായെന്നും മനസ്സിലായില്ലെങ്കിൽ അവർ ഈ അവകാശിയായിരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും. ഇന്നും അവർ പിന്നെയും ചില പ്രമാണങ്ങളിലേക്കും ചില ചെയ്യണം ചെയ്യരുത് എന്നുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്കും തിരിയുന്ന ഒരു അനുഭവമാണെങ്കിൽ ഒരിക്കലും
അവർക്ക് ആ അവകാശത്തിന്റെ ഫുൾ പ്രിവിലേജസ് അനുഭവിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല എന്നുള്ള സത്യം അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവകാശിയായിട്ട് ജനിച്ച ഒരു വ്യക്തി പിന്നെയും അവൻ ഇങ്ങനെ ഇതുപോലുള്ള പ്രമാണങ്ങളിലും ചില നമ്മളവിടെ വായിച്ച് ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരനുഭവം. ശിശുക്കളായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ലോകത്തിന്റെ ആദിപാഠങ്ങളെ കുറിച്ച് ഇന്നലെ പാസ്റ്ററും അതുപോലെ എനിക്ക് ബിജു ബ്രദറിനും ഒക്കെ അത് ഷെയർ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അവിടെ പറയുന്നത് ആദിപാഠങ്ങൾ സംബന്ധിച്ച് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ നമുക്കറിയാനായിട്ട് കഴിയും. ഒരു മനുഷ്യന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടല്ല അവന് ചെയ്യാൻ കഴിയാതെ പോകുന്നത്, മറിച്ച് അത് ചെയ്യാൻ കഴിയാതെ വണ്ണം അവന്റെ ആഗ്രഹത്തോടും ഇച്ഛയോടും എതിർത്ത് നിൽക്കുന്ന വേറൊരു ഒരു പോരാട്ടം അല്ലെങ്കിൽ വേറൊരു ശക്തി അവന്റെ ഉള്ളിലുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ഞാൻ അറിയാത്ത തിന്മ പ്രവർത്തിച്ചു പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ അതിനെയാണ് പൗലോസ് പറയുന്നത്, എങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ ഞാൻ വിടുവിക്കും. അപ്പോൾ പാപം എന്താണെന്നും പാപം ഒരു വ്യക്തിയിൽ ഇരിക്കുമ്പോൾ അവൻ ഉണ്ടാകുന്ന അനുഭവം എന്താണെന്നും അവിടെ കൃത്യമായിട്ട് അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും, മനുഷ്യന്റെ ഉള്ളിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യാൻ കഴിയാതെ വണ്ണമുള്ള ഒരു പാപ സ്വഭാവം അവന്റെ ഉള്ളിൽ ഇരിപ്പുണ്ടെന്നും അത് പരിഗണിക്കാതെ നൽകപ്പെടുന്ന കുറച്ച് ഗുണീകരണ നിയമങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നന്മ തിന്മകളെ കുറിച്ചുള്ള ചില നിയമങ്ങൾ, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ, ഇങ്ങനെയുള്ള ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ട് മാത്രം ഒരിക്കലും ഒരു വ്യക്തിക്കും പൂർണ്ണതയിലേക്ക് കടന്നു വരാനായിട്ട് കഴിയുകയില്ല എന്ന ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയും. അതൊക്കെ അതിനെയൊക്കെയാണ് ആദിപാഠങ്ങൾ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഉദ്ദേശിച്ചേക്കുന്നത്. എന്നാൽ ക്രിസ്തീയ വിശുദ്ധി എന്ന് പറയുന്നത് ഈ ആദിപാഠങ്ങളെ അനുസരിക്കുന്നത് കൊണ്ടല്ല, അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവന്റെ മരണത്തോട് ഏകീഭവിക്കുകയും അവന്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി തീരുകയും അവന്റെ അടക്കം പുനരുത്ഥാനം തുടങ്ങിയവ എന്റെ ജീവിതത്തിൽ വിശ്വാസത്താൽ ആയിത്തീരുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലാണ് ഈ ക്രിസ്തീയ വിശുദ്ധിയുടെ ഒരു അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായിട്ട്. അത് നമ്മൾ കൊളോസ്യ ലേഖനത്തിൽ നിന്നൊക്കെ വാക്യമെടുത്ത് നിങ്ങൾക്ക് ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു എങ്കിൽ ഈ പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്, ഈ നിയമങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇവയെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രയും. കുറച്ച് ദിവസത്തേക്കൊക്കെ നമുക്കിത് സ്ട്രോങ് പ്രിൻസിപ്പിൾ ആണെന്നൊക്കെ തോന്നും. എന്നാൽ ആ പ്രിൻസിപ്പിൾ അല്ല നമ്മളെ രക്ഷിക്കുന്നത്. ഒരു വ്യക്തി അതിന് പറഞ്ഞിലൂടെ യേശുക്രിസ്തു എന്ന വ്യക്തി ജീവിക്കുന്നു. ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ അതിൽ നിന്ന് വിടുവിക്കുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവത്തിലാണ് നമുക്ക് പാപത്തിൽ നിന്നുള്ള മോചനമുള്ളത്. അല്ലാതെ ചില പ്രിൻസിപ്പിൾസിനെ മനസ്സിലെടുത്ത് വെച്ച് താലോലിച്ച് അതിന് ഉന്നതമായ സ്ഥാനത്ത് വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് പാപത്തിന്റെ പാപ സ്വഭാവത്തിൽ നിന്ന് അവന് വിടുതൽ ഉണ്ടാകുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം നോക്കട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ കാലസമ്പൂർണത വന്നപ്പോൾ അത് കാലസമ്പൂർണതയെ കുറിച്ച് നമ്മൾ ഇന്നലെ മത്താനോ പാസ്റ്ററും എനിക്കും ഒക്കെ അത് ഷെയർ ചെയ്യാനായിട്ട് ഇടയാണ്. അപ്പം ഗോഡ് ഹാസ് അപ്പോയിന്റഡ് എ പർട്ടിക്കുലർ ടൈം, ഒരു കാലസമ്പൂർണത. ഈ പ്രമാണങ്ങളും ഈ കാര്യങ്ങളും കൊണ്ട് ഒരിക്കലും പൂർണ്ണതയിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുകയും ഈ പ്രമാണത്തിന് ഉപരിയായിട്ടുള്ള ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി ജനം കാത്തിരുന്നതായിട്ടുള്ള ഒരു സമയം. മോശെ താൻ എല്ലാ ശുശ്രൂഷയും നിവർത്തിച്ചതിന് ശേഷം വാഗ്ദത്തം ചെയ്തതുപോലെ, അല്ലെങ്കിൽ താൻ പ്രാഥമികമായിട്ട് പറഞ്ഞതുപോലെ എന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ അയക്കും. ആ പ്രവാചകന് വേണ്ടി കാത്തിരിക്കുന്ന സമയം ദാവീദ് മുഖാന്തരം പറഞ്ഞു. പല പ്രവാചകന്മാരും മുഖാന്തരം തുടർന്നും ആരെപ്പറ്റി പറഞ്ഞുവോ ന്യായപ്രമാണവും പ്രവാചകന്മാരും അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഇപ്പോഴോ വിശ്വാസത്താലുള്ള ദൈവരീതി തന്നെ യേശുക്രിസ്തു മുഖാന്തരം വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്ന ആ കൃപയ്ക്ക് വേണ്ടി
ഒരുപക്ഷെ അത് അവരിൽ പലരും അതൊരു പൊളിറ്റിക്കൽ ഫ്രീഡമായിട്ട് ആയിരുന്നു ഒരുപക്ഷെ അവർ കണ്ടിരുന്നത്. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അത് പാപത്തിൽ നിന്നുള്ള വിടുതലാണെന്നും ഒരു മനുഷ്യനെ ആത്യന്തികമായിട്ട് അവനെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു അനുഭവമാണ് തിരിച്ചറിഞ്ഞുള്ളൂ. എന്നാൽ തന്നെ അതായിരുന്നു കർത്താവ് ലോകത്തിൽ ജനിച്ച സമയത്തെയാണ് ദൈവത്തിന്റെ വചനത്തിൽ കാലസമ്പൂർണത, ചരിത്രത്തിൽ ജനിച്ച സമയത്തെയാണ് കാലസമ്പൂർണത എന്ന് പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ച്, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാമും പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന് കീഴിൽ ഒരു വ്യക്തി ആയിരിക്കുന്ന സമയത്ത് അവൻ കേവലം ഒരു അടിമത്വത്തിലേക്കും നിത്യമരണത്തിലേക്കും പോകുന്ന ഒരു അനുഭവത്തിൽ, പാതാളത്തിന് ആടുകളായിട്ട് മേയിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അവരെ പുത്രത്വത്തിലേക്ക് കൃപയാൽ വിശ്വാസത്താൽ ഒന്നും ചെയ്യാതെ ഇതുവരെ കഠിനമായി പരിശ്രമിച്ചിട്ടും ഒരു നിലയിലും നീതീകരിക്കപ്പെടുവാൻ കഴിയാത്തവർക്ക് നിങ്ങൾ ഇനി ഒരു പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിലുമല്ല, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൈവപുത്രൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഈ കാൽവരി യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നീതീകരിക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും ഒരു മനുഷ്യ മനസ്സിനും വിഭാവനം ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ദിവ്യമായ രക്ഷ. ഇനി നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചത് കൊണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തെന്ന് വെച്ചോ, കൊടുത്തില്ല എന്ന് വെച്ചോ, ഇതിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ എങ്ങനെയൊക്കെ ദൈവത്തോട് പ്രതികരിച്ചാലും യേശുക്രിസ്തു മുഖാന്തരം ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ നിങ്ങളെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ അപ്പച്ച എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഗദ്ഗതമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ കോരിയെടുക്കാൻ ഈ സ്നേഹവാനായ ദൈവത്തിന് സാധിക്കും. നിങ്ങളെ കോരിയെടുക്കാനായിട്ട് ഈ ദൈവത്തിന് മനസ്സാണ്. അതാണ് ഈ സുവിശേഷത്തിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് ഇന്ന് നേടുന്നത് പുത്രത്വം. ഈ പുത്രത്വം എന്ന് പറയുന്ന ഇത് നമുക്കിവിടെ ആദ്യം മുതൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ന്യായപ്രമാണം ശിശുപാലകന് കീഴിലിരുന്ന ശിശുക്കളായ നാം ഇന്ന് വിശ്വാസത്താൽ മക്കളായി തീർന്നു എന്നുള്ളതാണ് ഒന്നാമത്. നമ്മൾ അതിന്റെ 3:26 നമ്മൾ കണ്ടത്, ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നുള്ള സത്യമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിന് മുന്നേ തന്നെ നമ്മൾ വായിച്ചു 3:14 നമ്മൾ വായിച്ചു, ആ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിപ്പാനിടയായി തീർന്നു. തുടർന്ന് നമ്മൾ വായിക്കുകയാണ്, ഇനിയും ചില പ്രമാണങ്ങൾ ആശ്രയിച്ചിട്ടൊന്നുമല്ല, വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്നു. അവനെ നാം ധരിച്ചിരിക്കുന്നു, ക്രിസ്തുവിനെ നാം ധരിച്ചിരിക്കുന്നു. 3:21 തുടർന്ന് നമ്മൾ കാണുന്നത് അവിടെ 27-ാം വാക്യം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ അവനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. എന്നൊരു വലിയ അത്ഭുതകരമായൊരു സംഭവമാണ് നടന്നത്. ഈ ലോകത്തിൽ പല നിലകളിൽ, പല തത്വശാസ്ത്രങ്ങളിൽ, പല കാഴ്ചപ്പാടുകളിൽ, പല രീതികളിൽ, പല ജീവിതശൈലിയിൽ, പല സാമൂഹികമായ നിലവാരങ്ങളിൽ, പല നിലകളിൽ ജീവിച്ചുകൊണ്ടിരുന്ന എല്ലാ മനുഷ്യനെയും ഒന്നാക്കി തീർക്കത്തക്കവണ്ണം, എല്ലാ മനുഷ്യനെയും സ്നേഹിക്കാനും നീതീകരിക്കാനും തക്കവണ്ണം യേശുക്രിസ്തു ഒരു ഏകവാതിലായിട്ട്, ഏകജാലകമായിട്ട്, എന്ന് പറയുന്ന ഏകജാലക സംവിധാനം എന്ന് പറയുന്നത് പോലെ, ഒരു ഡോറായിട്ട്, ഞാൻ വാതിലാകുന്നു എന്ന് പറയുന്നത് പോലെ, എന്നിലൂടെ കടക്കുന്നവരെല്ലാം നിത്യജീവനിലേക്ക് കടക്കുമെന്ന് നാം വായിക്കുന്നത് പോലെ എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർന്നു. എഫേസ്യർ 2 വായിക്കുന്നു, നാം അവൻ ദൂരത്തിരുന്ന നിങ്ങൾക്കും സമീപസ്ഥരായിരുന്നവർക്കും അവൻ സമാധാനം നമ്മളോട് സുവിശേഷിച്ചു. അവൻ ക്രൂശിന്മേൽ വെച്ച് എല്ലാ ശത്രുത്വവും ഇടിച്ചു നീക്കിക്കളഞ്ഞ് ക്രൂശിന്മേൽ വെച്ച് ഒരു പുതിയ മനുഷ്യനാക്കി തന്റെ സഭയെ, അല്ലെങ്കിൽ തന്റെ ആ സഭയെ സൃഷ്ടിച്ചു എന്ന് നാം അവിടെ വായിക്കാനായിട്ട്. അപ്പോൾ യേശുക്രിസ്തുവിൽ സംഭവിച്ചത് എന്താ? ഇന്ന് യേശുക്രിസ്തുവിൽ സംഭവിച്ചിരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ നിലയിലുള്ള ഉച്ചനീചത്വങ്ങളും വ്യത്യാസങ്ങളും പരിമിതികളും എല്ലാം പരിഹരിക്കപ്പെട്ട്
യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും അവന്റെ സാമ്പത്തികമോ സാമൂഹ്യമോ അല്ലെങ്കിൽ സാംസ്കാരികമോ ആയിട്ടുള്ള ഒരു പശ്ചാത്തലവും നോക്കാതെ അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശു അപ്പച്ചാ ഞാനൊരു പാപിയാണ്, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞാൽ അവനോട് കരുണ തോന്നണം ഒരു 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 എല്ലാരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഫാക്ടറായിട്ട് യേശു കർത്താവ് തീർന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും അവന്റെ വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളുമാകുന്നു. ദൈവം വാഗ്ദത്തം ചെയ്ത ആ ദൈവീയമായ ആത്മീയമായ അനുഗ്രഹങ്ങൾക്ക് അവകാശികളുമാകുന്നു എന്നവിടെ എഴുതി. അപ്പോൾ വിശ്വാസമാണ് ഇന്ന് ദൈവത്തിന്റെ മക്കളായിട്ട് തീരാനുള്ള അടിസ്ഥാനമായിട്ട് നമുക്ക് തീർന്നിരിക്കുന്നത് എന്ന് ഒന്നാമത് ദൈവത്തിന്റെ വചനത്തിൽ. ഒരു പ്രവൃത്തിയുമല്ല, ഒരു നിലയിലുള്ള പ്രവൃത്തിയുമല്ല. വിശ്വാസത്താൽ യേശുക്രിസ്തു ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു എന്നുള്ള സത്യം നമ്മളോട് പറഞ്ഞതിന് ശേഷം ഇന്നലെ നമ്മൾ കാണാനിടയായി തീർന്നു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം അയച്ചു. നമ്മൾ നേരത്തെ വായിച്ച അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം പ്രാപിപ്പാനിടയായി തീർന്നു. ഇവിടെ പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന, അവിടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യം. ഈ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിന്റെ പശ്ചാത്തലം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാനിടയായത്. നമുക്കറിയാമല്ലോ, ഇതേ കാര്യം റോമാലേഖനം 8-ാം അധ്യായത്തിലും 8-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. ഇതിന്റെ ഒരു മെയിൻ മെസ്സേജ് ആണെന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ ഒരു 2 മിനിറ്റ് അവിടെ നിന്ന് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 8-ാം അധ്യായം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മളത് വായിച്ച സമയത്ത് ചിന്തിച്ചു. ഒന്നുകൂടെ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അതിലെ 15-ഉം 16-ഉം വാക്യങ്ങൾ 8-ാം അധ്യായത്തിന്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന് നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. അതായത് ഈ മക്കളുടെ കാര്യം പറയുന്നിടത്തെല്ലാം ഈ അവകാശത്തിന്റെ കാര്യവും പറയുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള ദൈവികമായിട്ടുള്ള വലിയ സ്വത്തിന്റെ, വലിയ ധനത്തിന്റെ അവകാശി. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം. നമ്മളിന്ന് പലപ്പോഴും നമ്മുടെ കാര്യങ്ങളിലും മേന്മ പറയുന്നവരായിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഞാൻ ഇന്ന കുടുംബക്കാരനാണ്. ഇപ്പോൾ നമ്മളിപ്പോ വിചാരിക്കുക, ഈ ലോകത്തിലെ ഏറ്റവും ധനാഢ്യനും ഏറ്റവും കുലമഹിമയുള്ളവനുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മോനായിട്ട് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ ഞാനും. കാരണം ഒരു മകൻ അവകാശിയായിട്ട് തീരുന്നത് അവന്റെ മെറിറ്റ് കൊണ്ടല്ല. അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. ഒരു മകൻ അവകാശിയായിട്ട് തീരുന്നത് ആ വ്യക്തിയുടെ മെറിറ്റ് കൊണ്ടല്ല, സിംപ്ലി ബൈ ബീയിങ് ബോൺ ഇൻടു ദാറ്റ് ഫാമിലി. ആ കുടുംബത്തിൽ ആ വ്യക്തിയുടെ മകനായിട്ട് ജനിക്കുന്നത് കൊണ്ടാണ്. നമ്മളൊക്കെ പലപ്പോഴും വീഴുന്നതായിട്ടുള്ള നമ്മുടെ ശ്രേഷ്ഠതകളൊന്നും നമ്മൾ ഹാർഡ് ഏൺ ചെയ്തതായിട്ടുള്ള, നമ്മൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും അല്ല. ഒരുപക്ഷെ നമ്മുടെ പിതാവ് ഒരു സാമ്പത്തികമായി കഴിവുള്ള വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ഒരു കഴിവുള്ള വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ആത്മീയമായിട്ട് നല്ല വകതിരിവുള്ള വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ പേരിൽ ഒരുപക്ഷെ നാം അറിയപ്പെടും. അല്ലെങ്കിൽ ആ വ്യക്തി പല കാര്യങ്ങൾ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ by simply being born into that family as a child of that particular person, we have inherited everything which we didn't actually earn. നമ്മൾ സമ്പാദിക്കാത്തതായിട്ടുള്ള ഒരു വലിയ സ്വത്തിന് നമ്മൾ അവകാശിയായിട്ട് തീർന്നു. അപ്പം ഈ ദൈവത്തിന്റെ സന്നിധിയിലും ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം, നമ്മൾ അവകാശിയായിട്ട് തീർന്നത് നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, നമ്മുടെ ഏതെങ്കിലും നിലയിലുള്ള ശ്രേഷ്ഠത കൊണ്ട് നാം അവകാശിയായിട്ട് തീർന്നതല്ല. ഈ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ മകനായിട്ട് ജനിച്ചതിലൂടെ ആ ജന്മം കൊണ്ടാണ് നമ്മൾ അവകാശിയായിട്ട് തീർന്നത്. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഭവം ആലോചിച്ച്.
ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുയേശുവിൽ ഉള്ള സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്നോ. ഞാൻ ആ വാക്യം എടുത്ത് വായിക്കാം. പല വാക്യം ഇങ്ങനെ അറിയാമെന്ന് വിചാരിച്ചാൽ കാണാതെ പറയുമ്പോൾ അത് തെറ്റിപ്പോകും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം തന്നെ നാളെ പോർഷൻ അത് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 4-ാം അധ്യായം തന്നെ അതിന്റെ 28-ാം വാക്യം വായിക്കുന്നു. നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. ഇസഹാക്ക് അബ്രഹാമിന്റെ മകനായിട്ട് ജനിക്കാനും ഒരുപക്ഷെ അബ്രഹാമിന് ഓൾറെഡി ഉണ്ടായിരുന്ന മകനായിട്ടുള്ള ഇസ്മായിലിനേക്കാളും ശ്രേഷ്ഠനെന്ന് എണ്ണപ്പെടാനും ദൈവികമായ ചില വാഗ്ദത്തങ്ങളും അവകാശങ്ങളും ലഭിക്കാനായിട്ട് ഇസഹാക്കിന്റെ ഏത് ശ്രേഷ്ഠത കൊണ്ടാണ് നടന്നത്? എന്ത് മേന്മ കൊണ്ട് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടത്? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ആ അബ്രഹാമിന്റെ മകനായിട്ട് ജനിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിനേക്കാൾ ഉപരിയായിട്ട് വേറെ ഒരു നന്മയും അവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ചില പ്രമാണങ്ങൾ അനുസരിച്ചിട്ട് മകനായിട്ട് തീർന്നതല്ല, മറിച്ച് കൃപയാൽ ആ വ്യക്തിയുടെ മകനായിട്ട് തീർന്നതുകൊണ്ട് വാഗ്ദത്ത പ്രകാരം ജനിച്ചവനാകുന്നത് കൊണ്ട്. എന്നിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് പറയാണ്, സഹോദരന്മാരെ നാമും ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ചവരാകുന്നു. നമ്മൾ ചില പ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് പൗലോസ് ഞാൻ ജന്മനാ റോമാ പൗരനാന്ന് പറയുമ്പോൾ പിന്നെ ശതാധിപൻ പറയുന്നത് പോലെ, സഹസ്രാധിപൻ പറയുന്നത് പോലെ ഞാനത് അനേകം ധനം കൊടുത്ത് സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ ധനം കൊടുത്ത് സമ്പാദിച്ചതല്ല ഈ റോമാ പൗരത്വം, ദൈവസന്നിധിയുള്ള ഈ റോമാ പൗരത്വം, ഈ വിശിഷ്ട പദവി, മക്കൾ എന്നുള്ള വിശിഷ്ട പദവി സ്വർലോകത്തിലെ ദൂതന്മാർക്കോ മറ്റേതെങ്കിലും വിശിഷ്ട വ്യക്തികൾക്കോ ലഭിക്കാത്തതായിട്ടുള്ള ഈ പ്രത്യേക പദവി ലഭിച്ചിരിക്കുന്നത് നാം അവന്റെ വാഗ്ദത്തം അനുസരിച്ച് അബ്രഹാമിന് ദൈവം കൊടുത്ത നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം കൊടുത്ത ആ വാഗ്ദത്തം അനുസരിച്ച് വിളിക്കപ്പെട്ടവരാകുന്നത് കൊണ്ടാണ്, അങ്ങനെ ജനിച്ചവരായതുകൊണ്ടാണ് ഇസ്ഹാക്ക് വാഗ്ദത്തത്താൽ ജനിച്ചതുപോലെ തന്നെ നാമും ദൈവിക അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അനുസരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്താൽ ജനിച്ചവരാകുന്നത് കൊണ്ട് നമ്മളിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ബലഹീനതകളുണ്ടെങ്കിലും എല്ലാ നിലയിലുള്ള അപൂർണതകൾ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ തന്നെ ദൈവം നമ്മളെ കാണുന്നത് ദൈവിക വാഗ്ദത്തം അനുസരിച്ച് ജനിച്ചവരായിട്ടും അബ്രഹാമിന് ദൈവം കൊടുത്ത എല്ലാ വാഗ്ദത്തങ്ങളുടെയും അവകാശിയായിട്ടും അതിന് പാത്രീഭൂതരായിട്ടുമാണ് ദൈവം നമ്മളെ കാണുന്നത്. എത്ര ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഭവം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടും കഴിവുകൊണ്ടുമല്ല, because we are simply being born into this family by the grace of God, by God's promises. ദൈവത്തിന്റെ വാഗ്ദത്തം യേശു ക്രിസ്തു മുഖാന്തരം അവൻ സകല തന്നിൽ ആശ്രയിക്കുന്നവരെ എല്ലാവരെയും നീതീകരിക്കുന്ന ദൈവമാകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നാം ഇന്ന് ദൈവത്തിന്റെ മക്കളായിട്ട് മറ്റ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ളവരോ നമ്മൾ കാണുന്നവർ ആരെക്കാളും എന്തെങ്കിലും ശ്രേഷ്ഠത നമുക്കുള്ളത് കൊണ്ടൊന്നുമല്ല. ഒരുപക്ഷെ അവരെക്കാളും താഴെയായിരിക്കും നമ്മുടെ പല അനുഭവങ്ങളും. എന്നാൽ മനുഷ്യന്റെ പ്രവൃത്തി നിമിത്തം രക്ഷ നേടാനായിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധി രക്ഷയ്ക്ക് പരിഗണിക്ക് യോഗ്യമല്ലാത്തത് കൊണ്ടും ദൈവം സൗജന്യമായി ഈ രക്ഷ നൽകുവാൻ തീരുമാനിച്ചപ്പോൾ നമ്മളെക്കാളും സാൻമാർഗിക നിലവാരവും ഒരുപക്ഷെ നമ്മളെക്കാളും ശ്രേഷ്ഠതയുമുള്ള മറ്റനേകർക്ക് ഇത് മനസ്സിലാകാതെ പോയത് കൊണ്ട് മാത്രം, എന്നാൽ നമുക്കിത് മനസ്സിലാകാനും ദൈവത്തിലേക്ക് നമ്മുടെ സ്വരമുയർത്തി കർത്താവേ ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണമേ, യേശു എന്റെ പേർക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവന്റെ മക്കളായിട്ട് തീർന്നവരാണ്, ശ്രേഷ്ഠത കൊണ്ടല്ല. എത്ര അതിനെ വിവരിക്കണം എന്ന് എനിക്കതിന് അറിയത്തില്ല. എനിക്ക് തുറന്നു വരുന്ന ദൈവദാസന്മാര് അതിനെ വിവരിക്കും. നമ്മൾ അവനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. അത് നമ്മുടെ ശ്രേഷ്ഠതയല്ല, അവന്റെ മകനായി തീർന്നത് കൊണ്ട്, വിശ്വാസത്താൽ അവന്റെ മകനായി തീർന്നത് കൊണ്ട് നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു പദവിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ ആട്ടെ. എന്നിട്ട് അവിടെ പറഞ്ഞേക്കാണ് ഈ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ പറഞ്ഞല്ലോ, അവിടെ നമ്മൾ വായിക്കുന്ന പിന്നെയും ഭയപ്പെടേണ്ടതിന്റെ ദാസ്യത്തിന്റെ ആത്മാവിനെ. എവിടുന്ന പ്രിയപ്പെട്ടവർ ഈ ഭയം വരുന്നത്?
നമുക്കറിയാം ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്തൊക്കെ ഈ വാചാലമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അവസരം കിട്ടിയ എന്നെക്കാളും വാചാലമായിട്ട് ഇവിടെ പറയുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിലൊന്നും യാതൊരു സംശയവുമില്ല. കാരണം എങ്ങനെയൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പേടി കടന്നു വരും. കാരണം നമ്മൾ ഈ നിൽക്കുന്നതൊക്കെ നമ്മളെ എന്തോ ചെയ്തത് കൊണ്ടാണെന്നും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയ സംഭവം ഉണ്ടാകുമെന്നും നമ്മൾ നിൽക്കുന്നത് കൃപയിലല്ല എന്ന് ഒരു നിമിഷം മറന്നു പോകുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ എന്തൊക്കെയോ കാര്യം കൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ഇങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തിയേക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന ചില അവസരങ്ങളുണ്ട്. എന്നാൽ ഈ പേടി പിന്നെയും ഭയപ്പെടേണ്ടതിന് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ പിന്നെ ആലോചിച്ചാൽ മതി. കാരണം ഇത് പ്രൂവ് ചെയ്ത് വരാനായിട്ട് കുറെ സമയമെടുക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ഈ ദൈവകൃപയാൽ വാഗ്ദത്തത്താൽ ജനിച്ചവരാണെങ്കിലും നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ശബ്ദമെന്ന് പറയുന്നത് നമ്മുടെ പഴയ സ്വയത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്, നമ്മുടെ സ്വയപരിശ്രമത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. നമ്മൾ എല്ലാം ചെയ്ത് തളർന്ന് വേർത്തൊലിച്ച് എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്നുള്ള ആ പഴയ വ്യക്തിത്വത്തിന്റെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. ആത്മാവിൽ ജനിച്ച ഒരു ദൈവത്തിന്റെ പൈതല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നത് വളരെ ആവശ്യം. എന്ന് മാത്രമല്ല, നമ്മൾ ദൈവത്തിന്റെ പൈതലാണെന്നുള്ളതിന്റെ തെളിവ് നാം കേൾക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ എന്നോട് യോജിക്കത്തില്ല. അങ്ങനെ ഉദ്ദേശിച്ച് അങ്ങനെ കയറ്റി പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഞാൻ ഇതിന് മുന്നേ ഒരു പ്ലെയിനിന്റെ ഉദാഹരണം കുറച്ചു നാൾ മുന്നേ പറഞ്ഞായിരുന്നു. കാരണം എനിക്കറിയുന്ന ഒരു ബ്രദറൻ സഭയിലുള്ള ഒരു അപ്പച്ചൻ ഒരു പ്ലെയിനിൽ കയറി പോയ കഥ അദ്ദേഹം എന്നോട്, ഞാൻ തൃശ്ശൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, ഒരു മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞതാ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കൗതുകം കൊണ്ട് ഈ പ്ലെയിനെ ഒന്നൊക്കെ കാണാമെന്ന് വിചാരിച്ച കോക്പിറ്റിലേക്ക് അദ്ദേഹം ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒന്ന് കാണാനാണെന്ന് കയറി ചെന്നപ്പം ഈ ചെവിയിൽ ഇതുപോലെ ഹെഡ്ഫോണൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. ഹെഡ്ഫോണൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇതെന്താന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അതിലിരിക്കുന്ന കോ പൈലറ്റ് ആരോ ഒരാള് അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് ഈ ഹെഡ്ഫോൺ എടുത്ത് വെച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം കേൾക്കുന്നത് തൊട്ടടുത്ത കൺട്രോൾ ടവറിൽ നിന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഈ കാർ ഓടിക്കുകയും ബസ് ഓടിക്കുകയും ലോറി ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ ആകാശത്ത് പ്ലെയിൻ ഉയർന്നതിന് ശേഷം ഇവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവർ ഓടിച്ചോണ്ട് പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ വലിയ ടേണൊക്കെ എടുത്ത് ഒരു 180 ഡിഗ്രി ഹെയർപിൻ ബെൻഡൊക്കെ തിരിക്കുന്നത് പോലെ തിരിക്കുകയൊന്നും അല്ല ഇവർ ചെയ്യുന്നത്. ഇവർ തൊട്ടടുത്ത കൺട്രോൾ ടവറിൽ നിന്നുള്ള ശബ്ദം അനുസരിച്ച് എത്ര ഡിഗ്രി ഉയരണം, എത്ര ചരിഞ്ഞു പറക്കണം, എത്ര ഹൈറ്റിൽ കയറണം, ഏത് ഇതിൽ പോകണം എന്നൊക്കെ അടുത്ത കൺട്രോൾ ടവറാണ് തീരുമാനിക്കുന്നത്. അതായത് ഇവര് മുന്നിൽ കാണുന്നത് പോലെ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ഓരോ പ്ലെയിനൊക്കെ വീഴുമ്പം ആദ്യം പറഞ്ഞു കേൾക്കുന്നത് ഈ ലോസ്റ്റ് കണക്ഷൻ വിത്ത് ദ കൺട്രോൾ ടവർ അറ്റ് എ പെർട്ടിക്കുലർ ടൈം എന്നാ പറയുന്നത്. ഇന്ന സമയത്ത് കൺട്രോൾ ടവറുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്നാണ് പറയുന്നത്. കാരണം കൺട്രോൾ ടവറുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്ന് പറഞ്ഞാൽ ആ പ്ലെയിൻ തകർന്നു എന്നതിന്റെ അർത്ഥം. എന്ന് പറയുന്നത് പോലെ തന്നെയാ ഒരു പുതിയ നിയമത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ അനുഭവം. നമ്മള് ബന്ധത്തിന് തെളിവായിട്ട് പലതും പറയും. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള തോമാസ് ലീഗയുടെ സമയത്ത് കൊണ്ടുവന്ന് ആ സമയത്തൊന്ന് കിട്ടിയ പറയുന്ന ഒരു ബൈബിള്, അല്ലെങ്കിൽ അന്ന് കൊണ്ടുവന്ന ഒരു കുരിശ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അതിന് തെളിവുകളായിട്ട് പറഞ്ഞ് നമ്മുടെ പാരമ്പര്യത്തിൽ ഒരുപക്ഷെ നമ്മള് അഹങ്കരിക്കാനും നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ പുകഴാനുമുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഇതൊന്നുമല്ല ജീവിക്കുന്ന ദൈവവൈതലാണെന്ന് ഉള്ളതിന്റെ തെളിവ്. ഇന്ന് പകൽക്കാലവും ഈ റോമാലേഖനത്തിൽ പറയുന്നത് പോലെ നാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് നീ ഇന്ന് ജീവിക്കുന്ന ദൈവവൈതലാണ് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട തെളിവ്. ഇന്നും നീ ജീവിക്കുന്നു, ഇന്നും ഈ കൺട്രോൾ ടവറുമായിട്ട് നിനക്ക് ബന്ധമുണ്ട്. ഈ കൺട്രോൾ ടവർ എന്നുള്ള ശബ്ദം നീ കേൾക്കുന്നു. ആ സജീവമായിട്ടുള്ള ആ ശബ്ദം കേൾക്കുന്ന ആ ബന്ധമാണ് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുന്ന ഒരു ബന്ധമാണ്. പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ, അതൊന്നും ഞാനിപ്പോ ഇന്ന് ഞാൻ വിവരിക്കാനായിട്ട് നിൽക്കുന്നില്ല, അതിനെനിക്ക് സമയവുമില്ല. ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്, നമ്മുടെ ദൈവമക്കള് അതിനുള്ള നിലവാരത്തിൽ നമ്മൾ നിലനിർത്തിയിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന
പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ദൈവമക്കൾ എന്നുള്ളതിന് പല പാരാമീറ്റേഴ്സ്, പല സംഗതികളും നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ റോമാലേഖനം 8-ാം അധ്യായത്തിന് 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ പല കാര്യങ്ങളും അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ ആത്യന്തികമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളെ അവരുടെ ആത്മാവോടുകൂടെ ദൈവത്തിന്റെ ആത്മാവിരുന്ന് അവരോട് സാക്ഷ്യം പറയും. നീ ദൈവത്തിന്റെ മകനാണ്, നീ ഒരു ദാസനല്ല, ഈ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു പുത്രൻ എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ പ്രിവിലേജസും, എല്ലാ സ്വാതന്ത്ര്യവും, എല്ലാ അവകാശവും നിനക്കുള്ളതാണ്. നീ ഒരു മകനാണ്, നീ ഒരു ദാസനല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞില്ല എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് താഴെ പറയും 2 വാക്കും കൂടെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ഇച്ചിരി സമയം ആക്ച്വലി കൂടുതലെടുത്തു. കാരണം ദൈവദാസൻ മരിച്ചത് ലേറ്റായിട്ട് വരുമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനതൊക്കെ ഒരു ഫ്രീഡം എടുത്തതാണ്. നമുക്കറിയാം, തുടർന്ന് നമ്മൾ കാണുന്നത് അവിടെ സുവിശേഷം പറയാനുണ്ടാകുന്ന സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് തുടർന്ന് കാണുന്നത് മത്തായി പാസ്റ്റർ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. അപ്പോൾ ഈ പല ദൈവമക്കളും തെറ്റിപ്പോകുന്നതിന്റെ ഒരു കാരണം നമുക്കറിയാം. ഒരു കൊച്ചു കുഞ്ഞിന് അവന് ഏറ്റവും ഉള്ളത് ഒരു അംഗീകാരമാണ്. നമ്മൾ അവനെ എൻകറേജ് ചെയ്യും, മോനെ നീ ചെയ്തത് നന്നായി. ഇപ്പൊ ഒരു കുസൃതിയാ ചെയ്തിട്ട് കണ്ടറിയാമല്ലോ, നാട്ടിലെ പ്രധാന കള്ളനായിട്ട് തീർന്ന ഒരു കൊച്ചിന്റെ ഇത്. കാരണം ഒരു പെൻഷൻ മോഷ്ടിച്ചുകൊണ്ട് ഈ കൊച്ചു വന്നു. അപ്പൊ അമ്മ അതിനെ എൻകറേജ് ചെയ്തു, കൊള്ളാൻ മോനെ എന്ന്. അപ്പൊ അന്ന് തൊട്ട് എൻകറേജ്മെന്റ് കിട്ടിയപ്പോൾ തൊട്ട് ഈ കൊച്ച് കൂടുതൽ തിന്മ ചെയ്യുകയും അങ്ങനെ അവൻ അറിയപ്പെടുന്ന ഒരു കള്ളനായിട്ട് തീർന്നു. എന്നാൽ അതേപോലെ വേറൊരു കൊച്ചു വന്നപ്പം ഇതുപോലെ എന്തോ കട്ടെടുത്തോണ്ട് വന്ന ചുട്ട 2 അടിയാണ് കൊടുത്തത്. അതോടുകൂടി അവന്റെ കള്ളത്തരവും തീർന്ന് എല്ലാം തീർന്നു എന്ന് പറഞ്ഞതുപോലെ ഈ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമക്കളായിട്ട് വരുന്ന പലർക്കും അവർ തെറ്റിപ്പോകുന്നത് ദൈവത്തിന്റെ അംഗീകാരത്തെക്കാളും കൂടുതൽ മനുഷ്യന്റെ അംഗീകാരത്തെ അവർ പലപ്പോഴും വലുതായിട്ട് കരുതാനായിട്ട് ഇടയായിട്ട്. മനുഷ്യരെന്നെ പുകഴ്ത്തി പറയുകയും കർത്താവ് നല്ല ആലോചനയായിരുന്നു ബ്രദറെ, നല്ല ഇതായിരുന്നു ബ്രദറെ എന്നൊക്കെ പറയുമ്പം കുറച്ച് ലൈക്ക് കിട്ടാനും കുറച്ച് ഫോളോവേഴ്സ് കൂടാനും ഒക്കെ ഈ പറയുന്ന ഞാനും പോലും ആഗ്രഹിച്ചു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുറമേ ഒന്നും സന്തോഷം പ്രകടിപ്പിക്കുകയും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഉള്ളിലെങ്കിലും ഒന്ന് രസിക്കുകയും പിന്നെയും ആ എഴുതി അയക്കുന്ന കമന്റോ ഇതോ ഒക്കെ വായിച്ച് ഒന്ന് പുളകം കൊള്ളാതിരിക്കുന്നതൊക്കെ ആരാ? എന്നാൽ അങ്ങനെയൊക്കെ കൊള്ളുമ്പോൾ ഒരു മനസ്സിൽ കരുതിക്കോണം, ദൈവത്തിന്റെ അംഗീകാരമാണ് നമുക്ക് വേണ്ടത്. ദൈവത്തിന്റെ അംഗീകാരം കളഞ്ഞു കുളിച്ചിട്ട് മനുഷ്യന്റെ അംഗീകാരത്തിന് വേണ്ടി പോകരുത്. നമുക്കറിയാം, അവര് ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ വളരെ ദൈവദൂതനെ കൈക്കൊള്ളുന്നത് പോലെ പൗലോസിനെ കൈക്കൊള്ളാനും പൗലോസിന് ശരീര സംബന്ധമായിട്ടുണ്ടായ അത് കണ്ണിനുണ്ടായിരുന്ന ഒരു രോഗമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് നിമിത്തം അവരോട് സുവിശേഷം അറിയിക്കാനും ഇടവന്നു എന്ന് പറയുക. അങ്ങനെ വളരെ നല്ല ബന്ധത്തിൽ ഇരിക്കെ ചെയ്ത് ആണ് ഈ ജൂഡൈസേഴ്സ് അവരുടെ ഇടയിൽ കടന്നു വരുന്നത്. അപ്പോൾ അവരുടെ സുവിശേഷം കേട്ടതിന് ശേഷം ഇത് ശരിയായിട്ടുള്ള സുവിശേഷം അല്ല എന്ന് പൗലോസ് അവരോട് നേരിട്ട് പറഞ്ഞതുകൊണ്ട് ഇത്ര നല്ല ബന്ധത്തിൽ നിന്ന പൗലോസിനോടുള്ള ബന്ധം അവർക്ക് ഇല്ലാതായത്. കാരണം ഞങ്ങൾക്ക് വേണ്ടത് കുറച്ചുകൂടെ സോഷ്യൽ റെക്കഗ്നിഷനാ. ഇന്ന ആൾക്കാരൊക്കെ നമ്മൾ നല്ലതാണെന്ന് പറയും, ഇന്ന ശ്രേഷ്ഠന്മാരൊക്കെ വന്ന് നമ്മളെ അങ്ങ് അംഗീകരിക്കും. വേണമെങ്കിൽ 10 മിനിറ്റ് സംസാരിക്കാൻ അവരുടെ ക്ലബിലൊക്കെ ഒരു അവസരം തരും. ഞാൻ ഈ ഇവിടെ വന്നിട്ട് ഏത് ദൈവമക്കളെ എന്നെ അംഗീകരിച്ചേക്കുന്നത് ഇതുവരെ? സത്യപോലെ അംഗീകാരം ഒരു മനുഷ്യന് ആവശ്യമാണ്. എന്നാൽ ദൈവത്തിന്റെ അംഗീകാരത്തെക്കാളും കൂടുതൽ മനുഷ്യന്റെ അംഗീകാരം വലുതാണെന്ന് കരുതി ആ മനുഷ്യന്റെ അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു അനുഭവമാണ് ഗലാത്യർക്കും ഉണ്ടായത് എന്ന് നമുക്ക് ഇതിന്റെ 12 മുതൽ തുടർന്ന് വായിക്കുന്ന വാക്യങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും.